ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണയിൽ ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തുന്ന സർക്കാരിന്റെ സർക്കുലറിനെതിരെ സർക്കുലർ കത്തിച്ച് പ്രതിഷേധം പ്രകടിപ്പിച്ചു. തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ, DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ, സലീം തേക്കാട്ടിൽ, ഷാജൻ ജോസ്, PV ബാബു, പഞ്ചായത്ത് മെമ്പർ KD പ്രവീൺ, ബാബു കണക്കൊമ്പിൽ, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരായ ലളിത ബാബു, നസീമ കാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു. പൊതുജനാരോഗ്യം മുൻനിർത്തി ആരോഗ്യവകുപ്പ് നിലവിൽ നടത്തിവരുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള സുപ്രധാന പ്രവർത്തനങ്ങളിൽ ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ആശാപ്രവർത്തകർ പങ്കെടുക്കുന്നില്ല എന്ന് കാണുന്നു. ഈ സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് മേൽപ്പറഞ്ഞ പ്രവർത്തനങ്ങളിൽ നിലവിൽ പങ്കെടുക്കാത്ത എല്ലാ ആശമാർക്കും അടിയന്തരമായി തിരികെ പ്രവേശിച്ച് ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കേണ്ടതാണ്. ഏതെങ്കിലും ആശാപ്രവർത്തകർ തിരിച്ചെത്തിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടികൾ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിയാലോചിച്ച് മെഡിക്കൽ ഓഫീസർമാർ സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് 19 ദിവസമായി തുടർന്ന രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഓരോ ദിവസവും കൂടുതൽ ശക്തിയോടെയും കൂടുതൽ ജനപിന്തുണയോടെയും തുടർന്നു വരികയാണ്. കഴിഞ്ഞ 18 ദിവസമായി കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ പണിയെടുക്കുന്ന ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരുപക്ഷെ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ശൈലജ ടീച്ചർ PR വർക്കിലൂടെ ഏറ്റുവാങ്ങിയെങ്കിലും നടത്തുകയാണ്. ആ പ്രതിഷേധ സമരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചുകൂടെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്ത് ഒരു തൊഴിലാളി വർഗവും അവർക്കെതിരെ സ്വീകരിക്കാത്തൊരു സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ്, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി, അതിന്റെ നേതാക്കളെ സ്വീകരിച്ചത് കേരളത്തിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായി നാം കാണുകയാണ്. അതാണ് ഇന്ന് കേരള ഗവൺമെന്റിന്റെ ഉത്തരവ് പഞ്ചായത്ത് ഓഫീസുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി കത്തിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഉത്തരവിനെ വെറും പുല്ല് വില കൽപ്പിക്കുകയാണ് എന്ന് തെളിയിക്കുന്ന സമരം നടത്തുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി സമരങ്ങളിൽ കൂടി വളർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സമരത്തിൽ കൂടി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ആ നിലയിൽ എന്നും തൊഴിലാളികളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ സംഘടിപ്പിക്കുകയും അവരുടെ സേവന വേതന വ്യവസ്ഥകൾ ശക്തമാക്കുന്നതിന് വേണ്ടി, സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ സമരം ചെയ്യുകയും ചെയ്യുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.